യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ഇതുവരെ അവർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടില്ല. ചിലർ മത്സരിക്കും, മത്സരിക്കില്ല എന്നൊക്കെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ദിവസം മത്സരിക്കുമെന്ന് പറയുന്നു, അയാൾ തന്നെ പിറ്റേ ദിവസം മത്സരിക്കില്ലെന്ന് പറയുന്നു. ഒന്നിൽ കൂടുതൽ സ്ഥാനങ്ങൾ വഹിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ മത്സരിക്കുമെന്ന് മറ്റു ചിലർ പറയുന്നു. യു ഡി എഫിനകത്ത് ഇതുവരെ അവിടെ സ്ഥാനാർത്ഥി നിർണയം പോലും ആവിഷ്കരിക്കാൻ, രൂപീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗ് വലിയ പ്രതിസന്ധിയിലാണ് അകപ്പെട്ടിട്ടുള്ളത്. മുസ്ലിം ലീഗ് 2 സീറ്റാണ് അവർക്ക് ഇപ്പോൾ നിലവിലുള്ളത് പാർലമെൻറ്റിൽ. ഒരു സീറ്റ് കൂടി അവർക്ക്, ചുരുങ്ങിയതൊരു സീറ്റെങ്കിലും മത്സരിക്കാൻ ഞങ്ങൾക്ക് ലഭ്യമാക്കണം എന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കോൺഗ്രസ് അത് പൂർണ്ണമായി നിരസിക്കുകയാണ് ചെയ്തത്. നിരസിക്കുക മാത്രമല്ല, ഇപ്പോൾ യഥാർത്ഥത്തിൽ അവരെ പരിഹസിക്കുകയും കൂടി ചെയ്യുകയാണ്. 2 പാർലമെൻറ്റ് സീറ്റ് മുസ്ലിം ലീഗിന് നേരത്തെ ഉള്ളതാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1952 ഭാഷാ സംസ്ഥാന രൂപീകരണത്തിന് മുൻപ് മലബാറിൽ മുസ്ലിം ലീഗിന് ഒരു പാർലമെൻറ്റ് സീറ്റുണ്ട്. 62 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വിട്ട് മുസ്ലിം ലീഗ് മത്സരിച്ചു. 62 2 പാർലമെൻറ്റ് സീറ്റ് മുസ്ലിം ലീഗിനുണ്ട്. അതിനുശേഷം കോൺഗ്രസുമായി ചേർന്നിട്ടുള്ള ഐക്യമുന്നണിയായിരുന്നു. അതിനിടയിൽ ഇടക്കാലത്ത്, ചുരുങ്ങിയ കാലത്താണ് ഇടതുപക്ഷവുമായിട്ട് മുസ്ലിം ലീഗ് ഐക്യമുണ്ടാക്കിയിരുന്നത് 67. ബാക്കിയുള്ള ഏതാണ്ട് ഒരു 40-50 വർഷക്കാലം മുസ്ലിം ലീഗ്, കോൺഗ്രസ് എല്ലാം കൂടി ചേർന്നൊരു മുന്നണിയാണ്. മുസ്ലിം ലീഗിന് ഒരു സീറ്റ് പോലും വർദ്ധിപ്പിച്ചു കൊടുത്തില്ല എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗിൻ്റെ ഒരു സ്വാധീനത്തിനനുസരിച്ച് അവരെ പരിഗണിക്കുന്ന അവസ്ഥയും കോൺഗ്രസ് സ്വീകരിച്ചില്ല. ഇപ്പോഴാകട്ടെ അവർ ഒരു സീറ്റ് കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്തിരിക്കുന്നത്, വരാൻ വേണ്ടി പോകുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ്. അപ്പോൾ വരുന്ന ഒഴിവിൽ മുസ്ലിം ലീഗിനെ പരിഗണിക്കാം, ഒരു സീറ്റ് കൊടുത്ത് പരിഗണിക്കാം. അപ്പോൾ വരുന്ന 3 സീറ്റിൽ 2 സീറ്റ് LDF ജയിക്കും. അപ്പോൾ ആ വരുന്ന 4-5 മാസം കഴിഞ്ഞാൽ വരാൻ വേണ്ടി പോകുന്ന രാജ്യസഭയിൽ ഒരു സീറ്റ് തരും. തുടർന്ന് അതിൻ്റെ അടുത്ത വർഷം വരുന്ന ഒഴിവുണ്ട്. അബ്ദുൽ വഹാബ് MP അദ്ദേഹം ഈ രാജ്യസഭയിൽ നിന്ന് ഒഴിവാകുന്നതാണത്. വഹാബ് ഒഴിയുമ്പോൾ ആ സീറ്റ് കോൺഗ്രസ് എടുക്കും. അതായത് ചുരുക്കത്തിൽ മുസ്ലിം ലീഗിന് ഒരു 6-8 മാസത്തേക്ക് ഒരു രാജ്യസഭാ സീറ്റ്, വഹാബിൻ്റെ സീറ്റ് അവർക്ക് അവകാശപ്പെട്ടതല്ലേ, ഇപ്പം കൊടുക്കുന്നതിന് പകരം തിരിച്ചും കൊടുക്കും. ഇനി ആ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടങ്ങളിലേക്ക് സാഹചര്യങ്ങളൊക്കെ നോക്കിയാൽ എങ്ങനെയായിരിക്കും രാജ്യസഭയിൽ ഉണ്ടാകുക? ഇടതുപക്ഷ മുന്നണിക്ക് രാജ്യസഭയിലേക്ക് ഇപ്പോൾ 99 അംഗങ്ങളുണ്ട്. പൂർണ്ണമായും 2 സീറ്റ് LDFന് കിട്ടും. കോൺഗ്രസ് ഇല്ലാതെ തന്നെ വേണമെങ്കിൽ ലീഗിന് ജയിക്കാം. അപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഈ മുസ്ലിം ലീഗിനെ പരിഹസിക്കുകയും അവമാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് RSSൻ്റെ മൃദു ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായിട്ടാണ്. ആ അജണ്ട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്.